Hi dear students, welcome back to Accobits. Management Accounting. Accounting for Management. Unit 1 Management Accounting. Unit 1-ൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ സ്കോപ്പ്, നേച്ചർ, അഡ്വാൻറ്റേജസ്, റോള്, ഫങ്ഷൻസ്, ടെക്നിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതേപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ, ബയ്യിങ്, സെല്ലിങ്, പേയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ മെഷർ ചെയ്യുകയും അനലൈസ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുകയും അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഡിഫൈൻ ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഇതിൽ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്ലാനിങ്ങിനും അതേപോലെ തന്നെ റേഷണൽ ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ്ങിനും അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. IFAC ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഡാറ്റ ടു ഹെൽപ്പ് മാനേജേഴ്സ്. ഒരു ഡാറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും പിന്നീട് അത് മെഷർ ചെയ്യുക, അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക മാനേജേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫോർമേഷൻസും ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക ടു ഹെൽപ്പ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുക. ഇതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്ങിനും പോളിസി മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതൊരു ഒബ്ജക്റ്റീവാണ്. സെക്കൻഡ് വൺ, ഈ ഒരു ഫിനാൻഷ്യൽ ഡാറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. കാരണം ചാർട്ടും അതേപോലെ തന്നെ ഗ്രാഫ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അത് മാനേജേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിങ്ങിന് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം എന്തൊക്കെ കോസ്റ്റ് വരും നമുക്ക് ഭാവിയിൽ എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആദ്യം സെറ്റ് ചെയ്യും. അതിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആക്ച്വലുമായിട്ട് ഈ ഒരു ബജറ്റിങ്ങിനെ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടെങ്കിൽ, ഡിഫറൻസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ആ വേരിയൻസസ് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യും. അതാണ് പറയുന്നത് ബജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസിങ് വർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഡീസെൻട്രലൈസിങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസിങ്ങിൻ്റെ എല്ലാ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ആണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണ്. മറ്റേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കോസ്റ്റ് വരും എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സെലക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, സെലക്റ്റീവ് ഇൻ നേച്ചറിലുള്ളതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള
ഫുള്ളായിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുകയല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യണത്. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് ഇത് പ്രൊവൈഡ് ചെയ്യണത് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ഇൻ നേച്ചർ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഡസിൻ ഫോളോ ഫിക്സ്ഡ് ഫോർമാറ്റ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഫോളോ ചെയ്യണില്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കാരണം എന്താ, ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണത്. അതേപോലുള്ള പ്രിൻസിപ്പിൾസോ നോംസോ എന്തിലില്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലില്ല. നെക്സ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റാസ് ആണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് അവരുടെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഇഫക്റ്റ് അനാലിസിസ്. അതായത് കോസ്റ്റ്, പ്രോഫിറ്റ്, റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒക്കെ റിലേഷൻഷിപ്പ് പഠിക്കുകയാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യണത്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോസ്റ്റ്, പ്രോഫിറ്റ്, റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയിട്ടുള്ളതിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക. അതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഒരു ഫൈനൽ റിസൾട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ. ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്ര, അങ്ങനെ ഒരു ഫൈനൽ റിസൾട്ട്. എന്തുകൊണ്ടാണ് ആ പ്രോഫിറ്റ് ഇത്രയും വരാൻ കാരണം, അല്ലെങ്കിൽ ലോസ് വരാൻ എന്താണ് കാരണം എന്നുള്ളത് ഏതിൽ പറയുന്നത്, ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയണില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഇത്രയും കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് ലോസ് വരാൻ കാരണം എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കോസ്റ്റ് ഇഫക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ കോമ്പിലേഷൻ. ഡാറ്റ കോമ്പിലേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷൻ. പ്രസൻറ്റ് ഡാറ്റാസ്, പ്രസൻറ്റ് കളക്ട്സ് ആൻഡ് പ്രസൻറ്റ് പാസ്റ്റ് ഡാറ്റ ഈസ് ഇൻ യൂസ്ഫുൾ ഫോർമാറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട്, അത് കളക്ട് ചെയ്തിട്ട് അതൊരു യൂസ്ഫുൾ ഫോർമാറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യാണ് ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ചെയ്യണത്. അതുകൊണ്ടാണ് ഡാറ്റ കോമ്പിലേഷൻ എന്ന് പറയുന്നത്. കാരണം ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സിലുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമാറ്റിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട്. ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. അതായത് ആക്ച്വലും അതേപോലെ തന്നെ പ്ലാൻഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിന് വേണ്ട വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് ടേക്കൺ ചെയ്യാൻ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അതായത് വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ വീക്ക് ഏരിയാസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ആണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഇവിടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിക്കാനും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ ഓൾറെഡി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ പെർഫോമൻസ് റിപ്പോർട്ടിൽ നിന്ന്, ഓരോ പെർഫോമൻസിനും ഓരോ റിപ്പോർട്ട് ഉണ്ടാവും, ആ റിപ്പോർട്ടിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് കോസ്റ്റ് കൺട്രോൾ ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് ബ്രോഡറാണ്, ഭയങ്കര സ്കോപ്പാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുള്ളത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ അത് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. ഇനി യൂസേഴ്സ്, മിഡിൽ മാനേജേഴ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നേച്ചറിലേക്ക് വരുമ്പം പാസ്റ്റ് ഡാറ്റാസ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫ്യൂച്ചറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ബജറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഫോക്കസാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്പേഴ്സ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ
ഒരു ഫിക്സ്ഡ് ഫോർമാറ്റിലാണ് കോസ്റ്റ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യണത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അല്ലേ. റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു ഫിക്സ്ഡ് റൂൾസ് ഫോളോ ചെയ്തിട്ടല്ല മാനേജേഴ്സ് റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നെക്സ്റ്റ് വൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ട ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. ഇപ്പം ഫ്യൂച്ചറിലേക്ക് വേണ്ട ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്, ഫ്യൂച്ചറിൽ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അതുപോലെ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം റിട്ടേൺ ആണ് കിട്ടേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫ്യൂച്ചറിലേക്കുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതൊരു ടെക്നിക്കാണ്. അതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ റേഷ്യോസും ട്രെൻഡൊക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. റേഷ്യോസ്, ട്രെൻഡ്സ് തുടങ്ങിയവ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. അതായത് ഫണ്ടിൻ്റെ ഫ്ലോ അനലൈസ് ചെയ്യുക. ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്യാഷ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ഫണ്ടും എന്ത് ചെയ്യുക, ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് കാണിച്ചു തരികയും അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട് ഫ്ലോസും ഒക്കെ കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പീരീഡിലേക്കുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോസ് എത്ര ഉണ്ടാവും, ഔട്ട് ഫ്ലോസ് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മളെ ഷോ ചെയ്യിപ്പിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക. എത്രത്തോളം സ്റ്റാൻഡേർഡിലാണ് കോസ്റ്റ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ട് എങ്കിൽ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബജറ്റ്സ് ആദ്യം പ്രിപ്പയർ ചെയ്യുക. ബജറ്റ് വേറെ സ്റ്റാൻഡേർഡ് വേറെ. നമുക്ക് ഈ ഒരു 2 ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ്, റേഷ്യോ അനാലിസിസ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് തുടങ്ങിയതൊക്കെ ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഷോർട്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതിനെ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുക, എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിംഗ് എന്നുള്ളതും ഒരു അർത്ഥമുണ്ട്. അതായത് ഇപ്പം ഒരു 1000 യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കോസ്റ്റായി എന്നുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അഡീഷണൽ ആയിട്ട് ഇപ്പം 1001 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റായി എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് പറയണതാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇനി റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റേഷ്യോസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അനലൈസ് ചെയ്യണതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, ലിക്വിഡിറ്റി തുടങ്ങിയ റേഷ്യോസാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇൻറ്റേർണൽ ഡിസിഷൻസ്. നെക്സ്റ്റ് വൺ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ആണ്. ഇവിടെ എന്താണ് കോസ്റ്റ് അതേപോലെ തന്നെ പ്രോഫിറ്റ് തുടങ്ങിയതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് വരാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ലോസ് വരാൻ കാരണം എന്താണ്, അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനാലിസിസിനെയാണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പയേഴ്സ് കോസ്റ്റ് ഓഫ് ആക്ഷൻ വേഴ്സസ് എക്സ്പെക്റ്റഡ് ബെനഫിറ്റ്. നമ്മളുടെ ഈ ഒരു കോസ്റ്റ്, യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള ഈ ഒരു കോസ്റ്റും അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ബെനഫിറ്റും
തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ആവറേജസ്, ഗ്രാഫ്സ്, സാമ്പിളിങ് തുടങ്ങിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റേനെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇതും ഒരു ടെക്നിക്കാണ്. അപ്പം ടെക്നിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒന്ന് നല്ലോണം നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വൺ റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും റോള്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റോളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിസോഴ്സ് അലോക്കേഷന്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടാവും. ആ ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു ലിമിറ്റഡ് റിസോഴ്സസിനെ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റോളാണ്. നെക്സ്റ്റ് വണ്ണാണ് പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റോളാണ്. നെക്സ്റ്റ് വൺ അസസിങ് റിസ്ക്. അതായത് ഡിസിഷൻ മേക്കിങ്ങിലുള്ള റിസ്ക് മിനിമൈസ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നത് മറ്റൊരു റോളാണ്. ഇപ്പം നമ്മൾ പല ഡിസിഷൻസ് എടുക്കും. അപ്പം ഏതാണോ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്, ഏതാണ് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഡിസിഷൻ എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള റിസ്ക് മിനിമൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് കോർഡിനേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്റ്ററിങ്. അതായത് നമ്മൾ ബജറ്റിങ്ങിലൂടെയും ഫോർകാസ്റ്റിങ്ങിലൂടെയും പ്ലാനിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവറോൾ കൺട്രോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ബജറ്റിങ്ങിലൂടെയും ഫോർകാസ്റ്റിങ്ങിലൂടെയും പ്ലാനിങ്ങിലൂടെയും ഓവറോൾ കൺട്രോൾസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് പെർഫോമൻസ് കമ്പാരിസൺ. അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുകയും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസിൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റോളാണ്. നെക്സ്റ്റ് വണ്ണാണ് എക്സ്റ്റേണൽ ഫോഴ്സസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് ഇപ്പം എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഫോഴ്സസ് ആണ്, ശക്തികളാണ്, എക്കണോമിക്, സോഷ്യൽ, ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ് ഈ ഒരു ബിസിനസ്സിൽ എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റോളാണ്. നെക്സ്റ്റ് വണ്ണാണ് ഗവൺമെൻറ് റിപ്പോർട്ടിങ്. ഇപ്പം ഗവൺമെൻറ് ലോസ് ആൻഡ് പോളിസീസ് പ്രകാരം റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു റോളാണ് ഗവൺമെൻറ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ അഡ്വാൻറ്റേജസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ട്, അല്ലേ, റൈറ്റ്, ശരിയായിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പിന്നെ ഹെൽപ്സ് ഫൈൻഡ് ആൻഡ് ഫിക്സ് പെർഫോമൻസ് ഗ്യാപ്സ്. അതായത് എവിടെയാണ് പെർഫോമൻസിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനും എവിടെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, എന്നിട്ട് ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അത് സോൾവ് ചെയ്യും. അങ്ങനെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തേർഡ് പോയിന്റിൽ. നാലാമതായിട്ട് കൺട്രോൾ ഓവർ ഓപ്പറേഷൻസ്. ഇവിടെയും സെയിം മീനിങ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് ബജറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെർഫോമൻസിനെ അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ ട്രാക്ക് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലേ. ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ആദ്യം ഈ ഒരു എംപ്ലോയീസിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു എംപ്ലോയീസിനെ ആ ഒരു പെർഫോമൻസിലേക്ക്, ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം. അതാണ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എഫിഷ്യൻറ്റ് റിസോഴ്സസ് യൂസ്. അതായത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. വേസ്റ്റേജൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്
മാക്സിമം എന്ത് ചെയ്യുക റിസോഴ്സസിനെയൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇൻഫോംസ് മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ ഫങ്ഷൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതിൽ വരുന്നതാണ്. ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ്സ് പഠിച്ചിട്ട് വെക്കുക. നമ്മളുടെ ഓൺ എക്സ്പ്ലനേഷൻ ആണല്ലോ നമ്മൾ എഴുതാൻ പോണത് എക്സാമിന്. ഈ ഒരു കറക്റ്റ് സെൻറ്റൻസ് ഒന്നുമല്ല നമ്മൾ എഴുതാൻ പോണത്. അതുകൊണ്ട് ഹെഡിങ്സ് നല്ലോണം പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, എന്നിട്ട് സ്ട്രാറ്റജീസൊക്കെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ഈ ഒരു മാനേജ്മെൻറ്റ് ടൂൾസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടൂൾസൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫംഗ്ഷനാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷന്. ഫിനാൻഷ്യൽ ഡാറ്റാസ് അനലൈസ് ചെയ്യുകയും അത് ലോങ് ടേം പ്ലാനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് വൺ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുക, റിക്വയർഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത്. റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ആണ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ടാക്സ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ആ ടാക്സ് മാറ്റേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ കംപ്ലയൻസസൊക്കെ എൻഷുർ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം, ഇപ്പം കോസ്റ്റ്, പ്രോഫിറ്റ്, മാർക്കറ്റ് ഡാറ്റ തുടങ്ങിയ ഡാറ്റാസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് മാനേജേഴ്സിന് അവരുടെ ഡേ ടു ഡേ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.